അപ്പൊ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങൾ ദിവസവും ഒരു 10 സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്ന സൗഭാഗ്യം എന്തെന്നറിയുമോ? പ്രതിഫലം എന്തെന്നറിയുമോ? 4 പ്രതിഫലം അല്ലാഹു നൽകും. ഇൻഷാ അല്ലാഹ് പറയട്ടെ. അതിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആദരമാകുന്ന പ്രവാചകന്റെ പേരില് ദിവസവും നീ ഒരു 10 സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു നിനക്ക് നൽകുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, മിന്നൽ വേഗത്തിൽ നിനക്ക് കടക്കാൻ നിന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം സഹായിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാന്റെ റസൂല് പറയുകയാ, അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് നിങ്ങൾ ദിവസം ഒരു 10 സ്വലാത്ത് ചൊല്ലിയാൽ അവന് ലഭിക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താണ്? സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ കടക്കാൻ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവനെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ ഇടയിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലം എന്താണെന്ന് മനസ്സിലാക്കണം. അത് നരകത്തിൽ നിന്ന് മേലെയുള്ള ഒരു പാലമാണ്. ആ പാലത്തിലൂടെ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന ഇബാദത്തുകൾ, അമലുകൾക്ക് അടിസ്ഥാനത്തിലാണ് നമുക്ക് മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മിന്നൽ വേഗത്തിൽ സഞ്ചരിച്ചാൽ മാത്രമേ നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ മുസ്ലിമേ. അപ്പൊ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നേക്ക് അവസാന പ്രവാചകനായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഓരോ പ്രവാചകന്മാരും അവിടുത്തെ പ്രവാചകന്മാരുടെ ഉമ്മത്തീങ്ങളും ഇങ്ങനെ നിൽക്കുകയാണ്. ആദ്യമായി സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലത്തിലൂടെ കടക്കുന്നത് നമ്മുടെ പ്രവാചകന്റെ ഉമ്മത്തീങ്ങളാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന സംഘമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ആർക്കും ആ പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും മിണ്ടാനും കഴിയുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ. 2 വാക്കുകൾ മാത്രമല്ലാതെ ഒന്നും സംസാരിക്കാൻ കഴിയുകയില്ല. അതും അവിടുത്തെ നേതൃത്വം നൽകുന്ന പ്രവാചകന്മാർക്ക് മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. എന്താണ് ആ കാര്യമെന്നറിയുമോ? അല്ലാഹുമ്മ സല്ലിം സല്ലിം. ഈ 2 വാക്കുകളല്ലാതെ ഒന്നും സംസാരിക്കാൻ കഴിയുകയില്ല. അതും പ്രവാചകന്മാരൊക്കെ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഏത് ഒരു സംഘത്തിലെ ആ സംഘത്തിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്ക് മാത്രം. ഇവിടെയാണ് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ട, മിന്നൽ വേഗത്തിൽ കടക്കാൻ സാധിച്ചില്ല എങ്കിൽ അവന്റെ അവസ്ഥ എന്താകുമെന്നറിയുമോ? ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ നിനക്ക് കടക്കാൻ സാധിച്ചാൽ മാത്രമേ നീ ആ ഒരു രംഗം വിജയിക്കുകയുള്ളൂ. ഇനി ആ നിന്റെ അമലുകളുടെ അടിസ്ഥാനത്തിലുണ്ടല്ലോ നിനക്ക് മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ആ പാലത്തിന്റെ അടിയിലുള്ള നരകാഗ്നി ഉണ്ടല്ലോ, അതിൽ നിന്നൊരു കൊളുത്തിങ്ങനെ പൊങ്ങി വരികയാ. നിന്റെ പിരടിയിലേ നിന്ന് ആ കൊളുത്ത് വന്ന് വീഴുകയും നിന്നെ ആ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ദിവസവും ഒരു 10 സ്വലാത്ത് നീ ചൊല്ലിയാലേ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? ഒന്നാമത്തത്, ഇത്രയും കഠിന ഭയാനകമായ ഈ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലം മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാൻ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നിന്നെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സലാത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഈ റബീഉൽ അവ്വലിലെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സലാത്തിനെ അവഗണിക്കുന്ന ഒരു കാലമായി മാറിയില്ലേ? നമ്മൾ മനസ്സിലാക്കണം, സലാത്തിന്റെ മഹത്വം മനസ്സിലാക്കണം. ഏറ്റവും വലിയ ലുബ്ധൻ ആരാന്നറിയുമോ പ്രിയമുള്ളവരെ? അത് സലാത്തിലും മടി കാണിക്കുന്നവനാണെന്ന്, അത് സലാത്ത് ചൊല്ലുന്നതിൽ പിശുക്ക് കാണിക്കുന്നവനാണ് ഏറ്റവും വലിയ ലുബ്ധനെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. അള്ളാഹ് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.